നമസ്കാരം. ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. മലയാളത്തിലെ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാ അഭിനയം അവസാനിപ്പിച്ചു. പിന്നീട് കുടുംബിനിയായി വീട്ടിൽ ഒതുങ്ങി നിന്നു. എന്നാൽ നീണ്ട 16 വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത്. അതിന് കാരണം ദിലീപും കാവ്യയുമായുള്ള അടുപ്പമാണെന്നും ഗോസിപ്പുകൾ നിരവധി പരന്നു. ഒടുവിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞെട്ടിച്ച് ദിലീപും മഞ്ജുവും വേർപിരിയുകയും ചെയ്തു. നടൻ ദിലീപിന്റെ വ്യക്തി ജീവിതവും കരിയറും ഒരുപോലെ ചർച്ചയായതാണ്. തന്റെ സ്വകാര്യ ജീവിതം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് ദിലീപും ഒന്നിലേറെ അഭിമുഖങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നാണ് ദിലീപ് പറയുന്നത്. കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ ദിലീപ് കണ്ടിട്ടുണ്ട്. മിമിക്രി കലാകാരിൽ നിന്നും സഹസംവിധായകനും നടനുമായി പിന്നീട് മലയാളത്തിൽ സൂപ്പർ താരങ്ങളിൽ ഒരാളായി ദിലീപ് മാറി. ഒരുപക്ഷെ കേസും വിവാദങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ദിലീപ് മലയാളത്തിലെ പ്രബല താരമായി ഇപ്പോഴും തുടർന്നേനെ. മഞ്ജു വാര്യരുമായുള്ള വേർപിരിയലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഇപ്പോഴത്തെ ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ് ലിബർട്ടി ബഷീർ. തന്നെ കുറിച്ച് പല തരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും മഞ്ജു നിശബ്ദത പാലിച്ചത് അവരുടെ തറവാടിത്തം കൊണ്ടാണെന്ന് നിർമ്മാതാവായ ലിബർട്ടി ബഷീർ പറയുന്നു. ലിബർട്ടി ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെ: പ്രണയവിവാഹമാണെങ്കിലും കല്യാണം കഴിഞ്ഞതിനു ശേഷം മഞ്ജുവിന് ദിലീപിന്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. മഞ്ജു ശ്വാസം മുട്ടിയതുപോലെയായി നിൽക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ വീട്ടിൽ ഇടയ്ക്ക് പോവാറുണ്ട്. ഫോണിൽ പോലും മഞ്ജുവിന് കിട്ടാറില്ല. ആരാണ് വിളിക്കുന്നതെന്ന് അമ്മയോ സഹോദരിമാരോ നോക്കിയതിനു ശേഷം മാത്രമേ ഫോണിൽ പോലും മഞ്ജുവിന് ലഭിച്ചിരുന്നുള്ളൂ. മഞ്ജു ജയിലിൽ പോലെയാണ് കഴിഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മഞ്ജുവിന്റെ തറവാട്ടിന്റെ ഗുണം കൊണ്ടാണ് മഞ്ജു ഇപ്പോഴും സൈലന്റായി നിൽക്കുന്നത്. മീശമാധവൻ 125-ാം ദിവസം കൊച്ചിയിൽ ആഘോഷിച്ചിരുന്നു. ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് മഞ്ജു പോയെന്ന ധാരണയിലായിരുന്നു. ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് മീനാക്ഷിയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഞ്ജുവിനെ കണ്ടത്. പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ദിലീപേട്ടനെ കണ്ടില്ലെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. ആ സമയത്ത് ദിലീപ് ബാത്റൂമിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. മഞ്ജുവിനെയും കുഞ്ഞിനെയും പറഞ്ഞയച്ചൂടെ എന്ന് ചോദിച്ച് അന്ന് ദിലീപിനോട് ഞാൻ ചൂടായിരുന്നു. അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു. നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു. അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റിവിടുന്നത്. അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടെന്ന്. ഇന്ന് ഈ ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല. കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. മഞ്ജുവിനെ പ്രേമിച്ചു കല്യാണം കഴിച്ച് കുട്ടിയായിരിക്കുന്ന സമയമല്ലേ ഈ സംഭവം. സാധാരണ ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റുമായി ഉള്ള ബന്ധം പോലെ ഒന്നും ആയിരുന്നില്ല. ബന്ധങ്ങൾ നേരത്തെ ഉള്ളതാണ്. അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല. ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിനും നേരത്തെ അറിയാമായിരുന്നു, ലിബർട്ടി ബഷീർ പറഞ്ഞു. ഇന്ന് ജനങ്ങൾ പറയുന്ന പോലെയല്ല സംഭവം. കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് മഞ്ജു നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അന്നൊന്നും ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ വെച്ചല്ല പ്രശ്നങ്ങൾ ഉണ്ടായത്. മഞ്ജുവിന് എല്ലാം അറിയാമെന്ന് ദിലീപ് അറിഞ്ഞിരുന്നില്ല. കാവ്യയും നിഷാലും വിവാഹിതരായ സമയത്ത് ഞാൻ മഞ്ജുവിനെ കണ്ടിരുന്നു. അന്ന് ഒത്തിരി താരങ്ങൾ വന്നിരുന്നു. സംയുക്ത വർമ്മയ്ക്കൊപ്പം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഓപ്പണായി മഞ്ജു, നീ രക്ഷപ്പെട്ടല്ലോ, ഈ കല്യാണത്തോടെ നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാണല്ലോ കാവ്യയുടെ വിവാഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, ലിബർട്ടി ബഷീർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലിബർട്ടി ബഷീറിന്റെ ഈ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇതിന് കമന്റ് ബോക്സിൽ നിരവധി കമന്റുകളും എത്തുന്നുണ്ട്. മീനാക്ഷി ഇതൊന്നും അറിഞ്ഞില്ലേ, മീനാക്ഷി ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കമന്റുകൾ ആരാധകർ കുറിക്കുന്നുണ്ട്. അമ്മയെ മനസ്സിലാക്കിയില്ലേ മീനാക്ഷി എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മീനാക്ഷി ഇതൊന്നും കാണുന്നില്ലേ എന്നും നിരവധി ആരാധകർ ചോദിക്കുന്നുണ്ട്. അമ്മയെ മനസ്സിലാക്കാതെ തീരുമാനമെടുത്തോ മീനാക്ഷി എന്നും പറയുന്നു. മറ്റു ചിലർ മീനാക്ഷി എന്ന കുട്ടിയായിരുന്നില്ലേ എന്ന വാർത്തയും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പം പോയത് എന്ന ചോദ്യമാണ് മറ്റു ചിലർ ഉയർത്തുന്നത്. എന്തായാലും മഞ്ജു വാര്യരോ ദിലീപോ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും തുറന്നു പറയാൻ ഇടയാക്കിയിട്ടില്ല. അതും നിരവധി ഊഹാപോഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്.